എ ടേബിൾ ഈസ് പുഷ്ഡ് ടുവാർഡ്സ് വെസ്റ്റ് ബൈ എ ഫോഴ്സ്. എന്നപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കട. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ്? 150 ന്യൂട്ടൺ എങ്ങോട്ടേക്കാണ്? ഒരു വശത്തേക്കും വേറെ ഒരു 200 ന്യൂട്ടൺ എങ്ങോട്ടേക്കാണ്? ഈ ഒരു വശത്തേക്കും കൊടുത്തിരിക്കുക. അപ്പം എന്ത് പറ്റും? 150 ന്യൂട്ടൺ ഇങ്ങോട്ടും 200 ന്യൂട്ടൺ ഇങ്ങോട്ടും ആണെങ്കിൽ എന്ത് പറ്റൂടാ? 50 ന്യൂട്ടൺ. ഇതിൻ്റെ പറഞ്ഞേ 150ഉം 200ഉം 50 ന്യൂട്ടൺ. എത്രയായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്? 50 ന്യൂട്ടൺ ആയിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഫിഗർ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഹിയർ. നോക്കിയാൽ ഇവിടെ ഈ ചോദ്യത്തിൽ ഇത് 70 ഇവർ തന്നിരിക്കുന്നത്. ഇതല്ല ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതേതാ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതേതാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എത്രയായിരിക്കും? നമുക്കറിയാം ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടുന്ന എത്ര ഡിഗ്രി ആയിരിക്കും? 90. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 20 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കും? 20 ഡിഗ്രി. മൂന്നാമത്തെ ചോദ്യം നോക്കിയാൽ, ഇൻ വിച്ച് കേസ് ആർ ദ വാല്യൂസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഈക്വൽ. ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആകണമെങ്കിൽ ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ, എന്ത് ലൈനിൽ? സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ, സെയിം ഡയറക്ഷനിൽ പോകണം. സ്ട്രെയിറ്റ് ലൈനിൽ സെയിം ഡയറക്ഷനിൽ പോയെങ്കിൽ മാത്രം അതിൻ്റെ എന്ത് സെയിം ആയിരിക്കും? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും. അടുത്തത്, വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് പിക്ചർ റിഗാർഡിംഗ് ദ റിഫ്രാക്ഷൻ. നോക്കിയേ, ഇവിടെ വാട്ടർ എന്ന് പറയുന്ന ഏത് മീഡിയം? ഡെൻസർ. ഇതെന്ന് എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയം. നമുക്കറിയാം ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോയാൽ ഡെൻസർ എവേ ഫ്രം ദ നോർമൽ. ഇതെന്താ വന്നത്? ടുവാർഡ്സ് ദ നോർമൽ. അപ്പോൾ ഇത് തെറ്റ്. ഇവിടെയോ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിൽ വരുമ്പോൾ ഇതെന്ത് ചെയ്യണം? വളഞ്ഞോ? ഇല്ല. അപ്പോൾ ഇതും തെറ്റ്. അടുത്ത, എയറിൽ നിന്ന് വാട്ടറിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? എയർ. വാട്ടർ എന്ത് മീഡിയം? ഡെൻസർ. ഇതേത് മീഡിയം? റെയറർ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ബെൻസ് എവേ ഫ്രം ദ എന്തായിട്ട് പോകണം? നോർമലായിട്ട്. ഇതാണ് കറക്റ്റ്. കണ്ട, ഇങ്ങനെ പോകേണ്ട സാധനം യഥാർത്ഥത്തിൽ എങ്ങനെ പോയി? നോർമലിൽ നിന്ന് അകന്നു പോയി. ശരി. ഇവിടെ എന്താണ് തെറ്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പടവേ തെറ്റാണ്. കാരണം ഇടിച്ചത് എവിടെയല്ല? ഇൻ്റർഫേസിൽ അല്ല. സോ ഇറ്റ് ഈസ് റോങ്. സോ ആൻസർ ഈസ് സി. ഇൻ ഗലീലിയോസ് മാർബിൾ ആൻഡ് ചാനൽ എക്സ്പെരിമെൻറ്റ്, വാട്ട് കോസ്റ്റ് ദ ബോൾ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. അതായത് ഒരു വസ്തു, നമ്മുടെ ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ വെച്ചിട്ടുള്ളതാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ്റെ അകത്ത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നതെന്നെല്ലാം നമ്മൾ പറഞ്ഞതാണ്. എന്താ? എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ അതിനെ വിളിക്കുന്ന വേറെ പേരുണ്ട്. എന്തെന്നാ? ലോ ഓഫ് ഇനേർഷ്യ എന്നും അതിനെ വിളിക്കും. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിക്ക് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസിയും മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയും, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇനേർഷ്യ. ഇനേർഷ്യാനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാ? മാസ്. ഏതാ? മാസ് കൂടിയ വസ്തുവിന് എന്തിനുള്ള ടെൻഡൻസി കൂടുതലുണ്ട്? ഇനേർഷ്യ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട്. അതായത് ഒരു വസ്തുവിന് 50 കിലോഗ്രാമോ ഒരു വസ്തുവിന് 10 കിലോഗ്രാമോ ഉള്ളെങ്കിൽ രണ്ടും റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ ആരായിരിക്കും റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ കൂടുതൽ ഇഷ്ടം? 50 കിലോഗ്രാമിന്. ഇനി 50 കിലോഗ്രാമുള്ള വസ്തുവും 10 കിലോഗ്രാമുള്ള വസ്തുവും ഇങ്ങനെ നമ്മുടെ നേർക്ക് വരുവാണെങ്കിൽ നിർത്താൻ നമുക്ക് എളുപ്പം ഏതാ? 50 കിലോഗ്രാമിനാണോ? അല്ല, 10 കിലോഗ്രാമിന്. കാരണം എന്താ? 50 കിലോഗ്രാമിന് മാസ് കൂടുതലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ടെൻഡൻസി ഓഫ് മോഷൻ എന്താ? കൂടുതലാണ്. അത് തന്നെയാണ് നമ്മുടെ ബ്രേക്ക് ഇടുന്ന കേസിൽ എന്താ? ഇനേർഷ്യ ഓഫ് മോഷനാണ്. അതായത് ഒരു ബോഡി മൂവ്മെൻറ്റിലായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ എങ്ങോട്ട് തന്നെ പോകാനുള്ള ടെൻഡൻസി ഉണ്ട്? ഫ്രണ്ടിലോട്ട് തന്നെ. ഇനി ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു ഒരു ബോഡി. ഇനി ഇനേർഷ്യ എന്ന് പറയുന്നത് അത് തന്നെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും. ഒരു വസ്തു എവിടെയായിരുന്നു? റെസ്റ്റിലായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യുമ്പോൾ, ആക്സലറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ തോന്നും? വസ്തുവിന് പുറകോട്ടേക്ക് ഇരുന്നിടത്ത് തന്നെ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതും എന്ത് തന്നെയാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റാണ്. ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? മാസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഗലീലിയോസ് മാർബിൾ ചാനൽ എക്സ്പെരിമെൻറ്റ്, വാട്ട് കോസ്റ്റ് ദ ബോൾ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. എന്തുകൊണ്ടാണ്? ഇനേർഷ്യ കാരണം. ഒരു ബോഡിക്ക് മോഷൻ ആണെങ്കിൽ എന്തിനുള്ള ടെൻഡൻസി ഉണ്ട്? മോഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി ഉണ്ട്. വാട്ട് കോസ് ദ ബോൾ ടു കം ടു റെസ്റ്റ് ആഫ്റ്റർ ദ റൈസിങ് ടു സം ഹൈറ്റ്. ഫ്രിക്ഷൻ കാരണമാണ്. എന്ത് കാരണമാണ്? ഫ്രിക്ഷൻ എന്നും മോഷനെതിരെ പ്രതികരിക്കുന്ന ഒരു ഫോഴ്സാണ്. അതായത്
ഫ്രിക്ഷൻ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് മോഷൻ എന്ത് ചെയ്യും, നിൽക്കും. ഫ്രിക്ഷൻ കുറവാണെങ്കിൽ നിൽക്കത്തില്ല. അപ്പോൾ ഗലീലിയോയുടെ ആ എക്സ്പെരിമെൻറ്റിൽ വസ്തുവിന് പോകാൻ, അത് നീങ്ങാൻ സഹായിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം, ഫ്രിക്ഷൻ. അത് നിൽക്കാൻ എന്താണ് കാരണമായെന്ന് ചോദിച്ചാൽ എന്താ, എയറിൻ്റെ ഫ്രിക്ഷൻ. മാറിപ്പോയി അല്ലേ. അത് പോകാൻ ഒരു മോഷനിൽ, ആ ബോഡി മോഷനിൽ തന്നെ തുടരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെന്ന് പറയണം, ഇനേർഷ്യ. അതുപോലെ തന്നെ ആ ബോഡി നിൽക്കാനുള്ള കാരണം ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് വിച്ച് വാസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 3 meter per second ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 4 meter per second in 2 seconds. നമുക്കറിയാം ആക്സലറേഷൻ്റെ ഫോർമുല v-u/t. v എന്താ, ഫൈനൽ വെലോസിറ്റി 4 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ, 3 ഡിവൈഡഡ് ബൈ അതിനുള്ള സമയം 2. 4-ൽ നിന്ന് 1 കുറച്ച് എത്രയാ, 1/2. യൂണിറ്റ് എത്ര, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടുത്തെ ആക്സലറേഷൻ. അതായത് 3-ൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി എത്രയിലായെന്ന് ഓർക്കുക, 4-ലായി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആക്സലറേഷൻ എത്രയായിരിക്കും, എത്ര സെക്കൻഡ് കൊണ്ടാ, 2 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ എത്ര ആണ് അവിടുത്തെ ആക്സലറേഷൻ, 1/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ റിസൾട്ടൻ്റ് ഫോഴ്സ്. റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടോ, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് നോൺ ആസ് എന്താ, റിസൾട്ടൻ്റ് ഫോഴ്സ്. ഇപ്പം നോക്കിക്കോ, ഒരു ബോഡി 500 ന്യൂട്ടൺ ഇങ്ങോട്ടും 500 ന്യൂട്ടൺ ഇങ്ങോട്ടും ആക്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ടൻ്റ് എത്രയായിരിക്കും, 0. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് എത്ര ന്യൂട്ടൺ ആയിരിക്കും, 1000 ന്യൂട്ടൺ. ഇനി ഒരു ബോഡിയിൽ 500 ന്യൂട്ടൺ അല്ലെങ്കിൽ 50 ന്യൂട്ടൺ ഇങ്ങോട്ടും 50 ന്യൂട്ടൺ ഇങ്ങോട്ടും പോയാൽ അതിൻ്റെ എത്രയായിരിക്കും, 0 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് നോൺ ആസ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഇനി അടുത്ത്, ഇഫ് എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്റ്റ് ഇൻ 1 ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ എത്ര ന്യൂട്ടൺ കൊടുത്ത്, 100 ന്യൂട്ടൺ. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്ര ന്യൂട്ടൺ കൊടുത്ത്, 350. 100ൻ്റെ ഓപ്പോസിറ്റ് എത്ര കൊടുത്തറാ, 350 ന്യൂട്ടൺ. 350 100 എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും, 250 ന്യൂട്ടൺ. എത്ര ന്യൂട്ടണാ, 250 ന്യൂട്ടൺ ആയിരിക്കും അവിടുത്തെ നെറ്റ് എഫക്റ്റീവ്. നെറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, 250 ന്യൂട്ടൺ. ഇനി അടുത്തത്, ഗീവ് റീസൺ ഈവൻ ആഫ്റ്റർ ദ സൺ ഹാസ് ഡിസപ്പിയർഡ് ഫ്രം ദ ഹൊറൈസൺ ഇറ്റ്സ് സ്റ്റിൽ പോസിബിൾ ടു സീ ദ സൺ ഫോർ എ ഷോർട്ട് ടൈം. എന്തുകൊണ്ടാണ് സൂര്യൻ ഹൊറൈസണിന് അടിയിലേക്ക് പോയാലും കുറച്ച് നേരം കൂടെ കാണാൻ പറ്റുന്നത്? ഇതാണ് ഹൊറൈസൺ. ഈ ഹൊറൈസണിൻ്റെ അടിയിലേക്ക് സൂര്യൻ പോയാലും എന്ത് പറ്റും, ഇങ്ങനെ റേ ഓഫ് ലൈറ്റ് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, വളയും. അത് എവിടെ നിന്ന് വരുന്ന പോലെ നമുക്ക് തോന്നും, ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന പോലെ തോന്നും. സൂര്യൻ ഇവിടെ നിൽക്കുന്ന പോലെ ഉള്ള ഒരു പ്രതീതി നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഉള്ള മീഡിയമായിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യുകയും അവിടെ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻ നടക്കുകയും, ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിഫ്രാക്ഷൻ എവിടെ നടക്കുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നതുകൊണ്ട് അത് എന്ത് ചെയ്യും, വളഞ്ഞ് ഇത്തിരി കൂടെ ഹൊറൈസണിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് 2 മിനിറ്റിനും ശേഷവും എന്തിനെ കാണാൻ പറ്റും, സൂര്യനെ കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് എത്ര, 1.5. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ ദ ഗ്ലാസ്. നമുക്കറിയാവുന്ന ബേസിക് ഇക്വേഷൻ എന്താ, n = c/v. n എത്രയാണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, 1.5. c എത്രയാണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, 3 × 10⁸ ഡിവൈഡഡ് ബൈ v. ഈ v കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ v = 3 × 10⁸ ഡിവൈഡഡ് ബൈ 1.5. സോ ദ ആൻസർ ഈസ് 3/1.5. 3-ൽ എത്ര 1.5 ഉണ്ട്, 3-ൽ എത്ര 2. സോ ദ ആൻസർ ഈസ് 2 × 10⁸. ഇതാണ് മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വെലോസിറ്റി എന്തിൻ്റെ, ഗ്ലാസ്സിലുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഇനി അടുത്ത് നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഹൗ മച്ച് ടൈം ഡിഡ് യു ടേക്ക് ഈച്ച് ടു കാർസ് ടു റീച്ച് സെയിം വെലോസിറ്റി ആണെന്ന് ഇത് എവിടെയാണ്, 40 ആകാൻ എടുക്കുന്ന സമയം എത്രയാണ്, 14 സെക്കൻഡ്. എത്രയാ, 14 സെക്കൻഡിലാണ്. ഇവിടെ സൂക്ഷിച്ച് നോക്കി നമുക്ക് കാണാം, 14 സെക്കൻഡിലാണ് അത് എന്താകുന്നത്, ഈക്വൽ എന്താകുന്നത്, വെലോസിറ്റി
ആകുന്നത് 14 സെക്കൻഡിൽ. അടുത്ത ചോദിച്ചിരിക്കുക വിച്ച് കാർ ഹാസ് ദ ഗ്രേറ്റർ ആക്സലറേഷൻ. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൽ, ഏത് ഗ്രാഫിൽ? വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ലോപ്പ് കണ്ടാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം v2 - v1 ഡിവൈഡഡ് ബൈ t2 - t1, ഇതാണ് ആക്സലറേഷൻ. അതായത് നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആക്സലറേഷൻ കാണാൻ v2 - v1 ബൈ t2 - t1 ചെയ്താൽ മതി, t2 - t1 ചെയ്താൽ മതി. അപ്പോൾ അതായത് ഇത് സ്ലോപ്പാണ്. അതായത് വി ടി ഗ്രാഫിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്നാ കിട്ടും? ആക്സലറേഷൻ കിട്ടും. എന്ത് കിട്ടും? ആക്സലറേഷൻ. നോക്കിക്കേ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ എന്ത് കണ്ടുപിടിച്ചാൽ? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ആക്സലറേഷൻ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവാണ്. ഇവിടെ ഇതിനാണോ ചെരിവ് കൂടുതൽ, ഇതിനാണോ ചെരിവ് കൂടുതൽ? ബിക്ക്. ഇതിനാണ് ചെരിവ് കൂടുതൽ, ഇതിന് ചെരിവ് കുറവ്. ഇങ്ങനെ നിന്നാൽ ഒട്ടും ചെരിവ് ഇല്ല. ഇതിന് ചെരിവ് കുറവ്, ഇതിന് ഇച്ചികൂടെയും ചെരിവ് കൂടുതൽ. ഇങ്ങനെ നിന്നാലാണ് ഏറ്റവും ചെരിവ്. അപ്പോൾ കാർ ബിക്കാണ് എന്ത് കൂടുതൽ? ആക്സലറേഷൻ. ആക്സലറേഷൻ കൂടുതൽ. ബി. കാർ ബിക്കാണ് എന്ത് കൂടുതൽ? ഹൈ ആക്സലറേഷൻ. മനസ്സിലായല്ലോ? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ്, ഒരു ഒബ്ജക്റ്റിനെ മണ്ടയിലോട്ട് എറിഞ്ഞു. ഇവിടെയുള്ള ഇതിനെ എന്തെന്നാണ് വിളിക്കേണ്ടത്? യു. ഇവിടെ എന്തെന്നാണ് വിളിക്കേണ്ടത്? വി. അത് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ് വിത്ത് എ ഗിവൺ വെലോസിറ്റി. ഇഫ് ഇറ്റ് റീച്ച് മാക്സിമം ഹൈറ്റ്, ഏറ്റവും പൊക്കത്തെത്തുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും? 0 മീറ്റർ പെർ സെക്കൻഡ്. ഏറ്റവും പൊക്കത്തെത്തുമ്പോൾ വെലോസിറ്റി എത്ര ആയിരിക്കൂടാ? 0 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ ഈ ദൂരം തന്നിട്ടുണ്ട്. ആ ദൂരത്തിന് നമുക്ക് എച്ച് അല്ലെങ്കിൽ എസ് എന്നെടുക്കാം. എന്തെന്നെടുക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ്. ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. എത്ര മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്? 80 മീറ്റർ. അതിനപ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ ആ പ്രോബ്ലത്തിൻ്റെ എല്ലാ സാധനവും എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എഴുതണം. വിത്ത് വാട്ട് വെലോസിറ്റി വാസ് ദ ഒബ്ജക്റ്റ് ത്രോൺ അപ്പ് ഫ്രം ദ ഫ്ലോർ. യു എത്രയെന്ന്. എടാ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. എസ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. ആക്സലറേഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഇക്വേഷൻ ഏതാ? വി യു എസ് എ. അത് തമ്മിലുള്ള ഇക്വേഷൻ ഏതാ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. എത്രയാടാ? 0. ഒരു വസ്തുവിനെ ഏറ്റവും മണ്ടയിലോട്ട് എറിയുമ്പോൾ മണ്ടയിലെത്തുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും? 0. 0 സ്ക്വയർ മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാടാ? കണ്ടുപിടിക്കണം. എത്രയാണെന്ന് കണ്ടുപിടിക്കണം? യു സ്ക്വയർ കണ്ടുപിടിക്കണം. 2 ഇൻറ്റു എ തന്നിട്ടുണ്ട് അവർ എത്രയാ? -10 ഇൻറ്റു എസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 80. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 80. എടാ അപ്പോൾ നമുക്ക് കിട്ടി -u സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു -10 -200 -20 20 ഇൻറ്റു 80 എത്രയാ? -1600. രണ്ട് സൈഡിൽ നിന്ന് എന്ത് വെട്ടിപ്പോവും? മൈനസ് വെട്ടിപ്പോവും. അപ്പോൾ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര? 1600. യു എത്രയായിരിക്കും? യു ഈസ് ഈക്വൽ ടു √1600. എത്രയാ? 40 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 1600 വന്നാൽ അത് യു സ്ക്വയർ 1600. അങ്ങനെയാണെങ്കിൽ യു എത്രയായിരിക്കും? സ്ക്വയർ മാറി അപ്പുറത്ത് എത്ര എടുക്കണം? റൂട്ട് എടുക്കണം. √1600 എത്രയായിരിക്കും? 40 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ വളരെ സിമ്പിളാണ്. യു തന്നില്ല, വി തന്നിട്ടുണ്ട് 0. അതായത് ഡയറക്റ്റ് ഏരിയയില്ല. മാക്സിമം ഹൈറ്റിലെത്തിയ വെലോസിറ്റി എത്രയായിരിക്കും? 0. ഹൈറ്റ് ഇല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 80. ആക്സലറേഷൻ എത്രയെന്ന് തന്നിട്ടുണ്ട്? -10. അടുത്ത ചോദ്യം, വാട്ടർ സീം ടു ബി ലോക്ഡ് ഇൻ ദ റോഡ് ഡ്യൂറിങ് ദ ഹോട്ട് സമ്മർ. നമ്മുടെ റോഡിൽ എന്തുകൊണ്ടാണ് വാട്ടർ എന്ത് ചെയ്ത് കെട്ടിക്കിടക്കുന്നത്? എന്തുകൊണ്ടാണ്? മിറാജ്. ഏതാ? മിറാഷ്. MIRA. അതിൻ്റെ കാരണം എന്താ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതായത് റോഡിൻ്റെയൊക്കെ ഏറ്റവും അടിഭാഗം എന്തായിട്ട് കിടക്കും? ചൂടായിട്ടും മുകൾ ഭാഗം തണുത്ത് ഇരിക്കുന്നതുകൊണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരും. ലൈറ്റ് എവിടെ നിന്ന് വരുന്ന പോലെ പോകുന്നു? ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളിടത്ത് നിന്ന് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളിടത്തേക്ക് വരും. നമുക്കറിയാം ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് പോയാൽ, അതായത് വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് പോകുന്ന പോലെ, അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും എന്ത് നടക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലും കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് നടക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആൻസറിൽ വേണ്ടത്. അടുത്തത് സ്റ്റേറ്റ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. നമുക്കറിയാം എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൾഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന ഉടൻ വരെ എന്ത് പറ്റും? അത് മോഷനിലാണെങ്കിൽ മോഷനിലും റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലും തന്നെ തുടരും. വിച്ച് ക്വാണ്ടിറ്റീസ് ക്യാൻ ലോ ഡിഫൈൻ? ഫസ്റ്റ് ലോയിൽ ഏതൊക്കെയാണ്? ഫോഴ്സും ഇനേർഷ്യയും. ഏതൊക്കെയാണ്?
ഫോഴ്സും ഇനേർഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൾഡ് ബൈ എ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആരാ? മാസ്. ആരാ? മാസ്. ഇനേർഷ്യ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ടെൻഡൻസി ടു റിമെയിൻ അറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ മാറ്റണമെങ്കിൽ അതിന് എന്ത് കൊടുക്കണം? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് കൊടുത്താലേ അതിൻ്റെ എന്ത് മാറത്തുള്ളൂ? റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റും മോഷനിലാണെങ്കിൽ മോഷനും മാറത്തുള്ളൂ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഫിഗർ? പാർക്ക് ചെയ്യലെന്നുള്ള ഫിഗർ ഏതാ? സി. ഇതേതാ? മണ്ടേറ്ററി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. കോഷനറി എന്ന് പറഞ്ഞാൽ അവിടെ വളവുണ്ടെന്നൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ വളവൊക്കെ ഇല്ലേ, വളമുണ്ടെന്ന് സൂക്ഷിക്കുക, അതൊക്കെയാണ് കോഷനറി. ഇൻഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന സിമ്പിൾ. ഇതേതാണ്? മണ്ടേറ്ററി. നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? ഡു നോട്ട് പാർക്ക്. എമോങ് എ ആൻഡ് ബി വിച്ച് ഓഫ് ദ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? നമുക്കറിയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതെന്താണ്? ഗ്ലാസ്. ഇതെന്താ? എയർ. ചിലപ്പം വരാൻ ചാൻസ് ഉള്ളത് ചിലപ്പോൾ വാട്ടറും തരും എയറും തരും. വാട്ടർ ആണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസർ, ഇത് റെയറർ. അതുപോലെ ഇവിടെ ഏതാ ഡെൻസർ? എയോ ബിയോ? എ ഗ്ലാസ് ആണ് ഒപ്റ്റിക്കൽ ഡെൻസർ. മനസ്സിലായോ? ഇനി ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുമ്പോൾ? റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഒരു ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. അതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ആ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 42. 43-ലോ 44-ലോ 45-ലോ വിട്ടാൽ എന്ത് ചെയ്യും? അത് തിരിച്ചു വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ എ ബിയിൽ ഏതാണ് ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? എ ആണോ ബി ആണോ? എ. അടുത്ത് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 45 ഡിഗ്രി. ഇത് 45 ഡിഗ്രിയിൽ ചെന്നിടിച്ചാൽ എന്ത് നടക്കും? വാട്ട് വിൽ ബി ദ പാത്ത് ഓഫ് ദ ലൈറ്റ് റേ? എങ്ങനെയായിരിക്കും ഈ ലൈറ്റ് റേ വരുന്നത്? തിരിച്ച് ഇങ്ങോട്ട് വരും. 45-ൽ ഇടിച്ചാൽ ഇടിച്ചിട്ട് എന്ത് ചെയ്യും? തിരിച്ച് അതേ ആംഗിളിൽ തിരിച്ച് വരും. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. വെൻ ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, നമ്മളോട് അടുത്ത് ചോദിച്ചിരിക്കുന്ന ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലായിട്ട് ഒരു ആംഗിളിൽ ഇടിച്ചാൽ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുന്ന ലൈറ്റ് റേ എന്ത് വരും? തിരിച്ചു വരും. അതിനെയാണെന്ന് പറയുന്നത് ടോട്ടൽ. വാട്ടറിൻ്റെ കേസിലും അത് നടക്കും. പഠിച്ചു വെക്കുക. ചിലപ്പോൾ വാട്ടർ ആയിരിക്കാം ചോദിക്കുന്നത്. ഇനി അടുത്ത ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. ട്രെയിൻ ലീവിങ് എ സ്റ്റേഷൻ. ലീവിങ് എ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് ലീവ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി 0, തുടങ്ങുന്ന സമയം 0. പിന്നെ ആക്സലറേഷൻ കൊടുത്തിട്ട് എന്തുണ്ടാവും? ആക്സലറേഷൻ കൊടുത്തിട്ട് വെലോസിറ്റി ഉണ്ടാവും. സോ നോൺ യൂണിഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഫാൻ സ്വിച്ച്ഡ് ഓഫ്. ഫാൻ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഏതാ? നോൺ യൂണിഫോം. ലൈറ്റ് ട്രാവലിംഗ് ത്രൂ ദ സെയിം മീഡിയം. ഒരു സെയിം മീഡിയത്തിൽ കൂടെ ലൈറ്റ് പോകുന്നത് എങ്ങനെയാണ്? യൂണിഫോം സ്പീഡായിട്ടാണ് പോകുന്നത്. അടുത്തത് ഫ്രീലി ഫോളിങ് കോക്കനട്ട്. കോക്കനട്ടൊക്കെ താഴത്തോട്ട് വരുമ്പോൾ ഏത് ആക്ട് ചെയ്യുന്നുണ്ട്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നതുകൊണ്ട് നോൺ യൂണിഫോമോ? നോൺ യൂണിഫോം. ആൻ ഒബ്ജെക്ട് മൂവ്സ് വിത്ത് എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡായിരുന്നു. ഡസ് ദിസ് ഒബ്ജെക്റ്റ് ഹാവ് എ യൂണിഫോം ഓർ നോൺ യൂണിഫോം വെലോസിറ്റി? വാട്ട് ഈസ് ദ റീസൺ? ഒരു സർക്കുലാർ മോഷനിൽ പോകുന്ന ഒരു വസ്തുവിന് എന്നും എന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. നോൺ യൂണിഫോം വെലോസിറ്റി. കാരണം എന്താണെന്നറിയാമോ? ഓൾവേസ് ഡയറക്ഷൻ ചേഞ്ചസ്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്തൊക്കെ സെയിം ആയിരിക്കണം? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? അത് യൂണിഫോം ആകത്തുള്ളൂ. സ്പീഡ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് സെയിമായി? മാഗ്നിറ്റ്യൂഡ് സെയിമായി. പക്ഷേ ഡയറക്ഷൻ എന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മാറിക്കൊണ്ട് ഇരിക്കുക. അതുകൊണ്ട് സർക്കുലർ മോഷൻ ഈസ് എ നോൺ യൂണിഫോം വെലോസിറ്റി ഉള്ള ഒരു മോഷനാണ് ആര്? സർക്കുലർ മോഷൻ. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ABCD എന്ന് പറയുന്ന 4 മീഡിയംസ്, അവയെ നോക്കിയിട്ട് അതെല്ലാം ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്. ഒബ്സർവ് ദ പാത്ത് ഓഫ് ലൈറ്റ്. നമുക്കറിയാം എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ വെൻസ് ടുവാർഡ്സ് ദ മീഡിയോ എവേ ഫ്രം ദ മീഡിയോ? എവേ ഫ്രം ദ മീഡിയം ആണെങ്കിൽ ഇത് ഡെൻസറോ റെയറോ? ഡെൻസർ. ഇത് റെയറർ. ഇനി ഇത് രണ്ടും നോക്കുമ്പോൾ ഇങ്ങനെ പോകേണ്ട സാധനം ബെൻസ് ടുവാർഡ്സ് ദ നോർമൽ. ബിയും സിയും നോക്കുമ്പോൾ ആരാണ് ഡെൻസർ? ബിയും സിയും നോക്കുമ്പോൾ നമുക്കറിയാം ബെൻസ് ടുവാർഡ്സ് നോർമൽ. ബെൻസ് ടുവാർഡ്സ് ഇങ്ങനെ നേരെ പോകേണ്ട സാധനം കണ്ടോ? എങ്ങോട്ടേക്കാണ് ബെൻഡ് ചെയ്തത്? റേയുടെ നോർമലിൻ്റെ അടുത്തോട്ട് ബെൻഡ് ചെയ്തു. നമുക്കപ്പം ബിയും സിയും കമ്പയർ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ടുവാർഡ്സ് മീഡിയം ആണെങ്കിൽ ഇത് ഏതാ? റെയറർ. കമ്പയർ ചെയ്യുമ്പോൾ ബിയും സിയും കമ്പയർ ചെയ്യുമ്പോൾ ബി റെയറർ, സി ഡെൻസർ.
സി ഏതാ ഡെൻസർ. ഇനി നോക്കുമ്പോൾ സിയും ഡിയും നോക്കിയപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ സി ഏതായിരിക്കണം? കമ്പയർ ചെയ്തിട്ടേ നമുക്കെല്ലാം പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാം വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് പോയാലേ എന്ത് നടക്കത്തുള്ളൂ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഏതാ ഇത് ഹൈ ഡെൻസിറ്റിയിൽ നിന്ന് ലോ ഡെൻസിറ്റിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ഡെൻസർ, ഇത് റെയറർ. അതായത് സി എല്ലാം കമ്പയർ ചെയ്യാനേ പറ്റത്തുള്ളൂ. എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഡെൻസറും ഇത് റെയറും. എന്തുകൊണ്ട്? ബെൻസ് എവേ ഫ്രം ദ മീഡിയം. ബിയും സിയും നോക്കിയപ്പോൾ ബെൻ ടുവാർഡ്സ് നോർമൽ. സോ ഇത് റെയറർ, ഇത് ഡെൻസർ. ഇനി നമുക്കറിയാം ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോയാലേ എന്ത് നടക്കത്തുള്ളൂ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. സോ ഏതാ? സി ഡെൻസർ, ഡി റെയറർ. ഓഫ് എ ആൻഡ് ബി വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എയിലും ബിയിലും ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഏതാ? ബി. ഏതാ? ബി. കാരണം റെയറർ മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ത് കുറവ്. വാട്ട് വുഡ് ബി ദ റീസൺസ് ഫോർ ദ ലൈറ്റ് റിട്ടേണിംഗ് ടു ദ സെയിം മീഡിയം ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് ഫ്രം സി ടു ഡി? സിയിൽ നിന്ന് ഡിയിലേക്ക് പോയപ്പോൾ സെയിം മീഡിയത്തിലേക്ക് തിരിച്ചു വരാനുള്ള റീസൺ എന്തായിരിക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ആ ലൈറ്റ് റേ വന്ന് ഇടിച്ചത് എത്ര ആംഗിളിലായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിളിലായിരിക്കും. ക്രിട്ടിക്കൽ ആംഗിളാണെങ്കിൽ 90 ഡിഗ്രി ആയിട്ട് പോകും. ഇത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളിലും കൂടുതലുള്ള ആംഗിളിൽ ഇടിച്ചുകൊണ്ട് എന്ത് നടക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ അല്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ കുറിച്ച് ഇവിടെ വേണം. ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചന ഈ ആൻസറിൽ കൊടുക്കണം. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളിലും കൂടുതലുള്ള ഒരു ആംഗിളിൽ കൊടുത്തുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടത്തുന്നു. അടുത്തത് ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആദ്യം കെറസിനും വാട്ടറുമാണ്. ഇവിടെ വാട്ടറും കെറസിനുമാണ്. ഇവിടെ എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? കെറസിനിൽ നിന്ന് വാട്ടറിലോട്ടാണ്. ഇവിടെയോ വാട്ടറിൽ നിന്ന് കെറസിനിലോട്ടാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാ? 1.33. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ ഏതാ? 1.44. നമ്മളോട് പറഞ്ഞിരിക്കുന്ന അവർ 1.44. നമ്മളോട് അവർ അപ്പോൾ അപ്ലൈ മനസ്സിലായിക്കോണം. 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നപ്പോഴേ മനസ്സിലായിക്കോണം ഇതെന്താവുമെന്ന്? ഡെൻസർ. ഇതെന്താവുമെന്ന് മനസ്സിലായിക്കോണം? റെയറർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയത് ഡെൻസർ, ഇത് റെയറർ. മനസ്സിലായോ? കൂടിയത് ഡെൻസർ, കുറഞ്ഞത് റെയറർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് മീഡിയം ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ഏതിനാ? ഡെൻസർ ഏതാ? കെറോസിൻ. ഏതാ? കെറോസിൻ. രണ്ടാമത്തെ ചോദ്യം, ഓഫ് ദ ഫിഗർ എ ആൻഡ് ബി വിച്ച് ഫിഗർ ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ലൈക്ലി ടു ഒക്കർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന ഡെൻസർ ടു റെയറിലാണോ, റെയറർ ടു ഡെൻസറിലാണോ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന ഡെൻസർ ടു റെയറോ, റെയറർ ടു ഡെൻസറോ? ഡെൻസർ ടു റെയറർ. അപ്പം ഇതെവിടെ നിന്ന് എങ്ങോട്ടാ? റെയറർ ടു ഡെൻസർ. ഇതെവിടെ നിന്ന് എങ്ങോട്ടാ? ഡെൻസർ ടു റെയറർ. സോ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള ചാൻസ് എയിലോ ബിയിലോ? എയിൽ. കാരണം അതിവിടെയാണ് എവിടെ നിന്ന് എങ്ങോട്ട് റേ ഓഫ് ലൈറ്റ് വന്നിരിക്കുന്നത്? ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് എവിടെയാണ് ചാൻസ് കൂടുതൽ? എയിലാണ്. കാരണം ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളിടത്ത് നിന്ന് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പോയാലേ എന്ത് നടക്കത്തുള്ളൂ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുക ഉള്ളൂ. മനസ്സിലായോ? അതാണ് അതിൻ്റെ ആൻസർ. ഇവിടെ തന്നിരിക്കുന്ന ദ ഡേറ്റ റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ, ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നാണ് ചോദ്യം. അതായത് 0 സെക്കൻഡിൽ 0 ആയിരുന്നു, 1-ൽ 10 2-ൽ 20 3-ൽ എത്രയായി? 30 4-ൽ 40 5-ൽ 40 6-ൽ 40 7-ൽ 30 8-ൽ 20 9-ൽ 10-ലാണ് പോയത്, 10-ൽ എത്രയായി? 0 നമ്മളോട് ചോദിച്ചിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ്. നിങ്ങൾ വരയ്ക്കേണ്ട യഥാർത്ഥത്തിൽ ഗ്രാഫ് പേപ്പറിലാണ്. ഗ്രാഫ് പേപ്പർ എക്സാമിന് തന്നോളും. ഇവിടെ 0 എന്നിടുക, 1. ഇവിടെ സമയം നോക്കുക, ഏതാണ് സമയം തന്നിരിക്കുന്നത്? 1 2 3 4 എക്സെട്ര ആണ്. അപ്പോൾ ഇവിടെ 1 എന്നിടുക, ഇത് 2 3 4 5 6 7. ഞാനിങ്ങനെ ബുക്കിലേക്ക് നോക്കാൻ വരയ്ക്കുമ്പോൾ കുറച്ച് തെറ്റുന്നുണ്ട്. 7 8 9 അടുത്ത ഏതാ? 10. ഇത് കറക്റ്റ് സ്കെയിലിലൊക്കെ മെഷർ ചെയ്ത് കറക്റ്റായിട്ട് വരയ്ക്കുക. വെലോസിറ്റി എത്രയൊക്കെയാണ് തന്നിരിക്കുന്നത്? 10 20 30 40. എന്നിട്ട് നമുക്ക് 0-ൽ അവർ ഏതാ വന്നിരിക്കുന്നത്? 0. 1-ൽ ഏതാ വന്നിരിക്കുന്നത്? 10. 2-ൽ 20. 3-ൽ 30. 4-ൽ അവർ തന്നിരിക്കുന്നത് 40 അല്ലേ? 4-ൽ 40. 5-ലും 40 തന്നെ നേരെ വരയ്ക്കുക. 6-ൽ 40. 7-ൽ 30 ആണ്. അപ്പോൾ 30 വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരണം. 7-ൽ 30.
8ൽ 20. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 20 ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെയാണ് 20. 9ൽ 10 വരണം. 10 അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെയാണ് 10 വരുന്നത്. അടുത്ത 10ൽ എത്രയാണ്? 0. അത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഇങ്ങനെ. ഇത് ഞാനിപ്പോൾ ഫിഗറിൽ ഗ്രാഫ് ഉപയോഗിക്കാത്തതുകൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഫിഗറിൽ ഇങ്ങനെ വന്നോളും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളോട് ഇത് വി ടി ഗ്രാഫാണ്. ഇതെന്ത് ഗ്രാഫാണ്? വി ടി ഗ്രാഫ്. വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ആക്സലറേഷൻ. എന്ത് കണ്ടുപിടിക്കും? ആക്സലറേഷൻ കിട്ടും. വി ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ്. എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ്. മറക്കരുത്. ഇനി നിങ്ങളോട് ചോദിക്കുക, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആക്സലറേഷൻ എത്ര? ഇതെന്ത് മോഷനാണ്? വി ടി ഗ്രാഫിൽ ഞാൻ പഠിപ്പിച്ചായിരുന്നു. വി ടി ഗ്രാഫിൽ ഇതെന്ത് മോഷനാണ്? നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും. ഇത് വി ടി ഗ്രാഫിൽ എന്താണ്? നോൺ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ ആക്സലറേറ്റഡ് മോഷൻ. ഇത് വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? 40 തന്നെ നിൽക്കുക. അതുകൊണ്ട് ഇതെന്ത് മോഷൻ? യൂണിഫോം മോഷൻ. ഇതെന്ത് മോഷൻ? നോൺ യൂണിഫോം മോഷൻ. കാരണം എന്ത് കുറഞ്ഞു വരിക? വെലോസിറ്റി കുറഞ്ഞു വരിക. നോൺ യൂണിഫോം മോഷൻ. പക്ഷേ അപ്പോൾ അതേസമയം നമ്മൾ എസ് ടി ഗ്രാഫിലും കൂടെ നോക്കണം. എസ് ടി ഗ്രാഫിൽ ഇതെല്ലാം വേറെയാണ്. ഇങ്ങനെ ഇരുന്ന എന്താ? എസ് ടി ഗ്രാഫിൽ റെസ്റ്റാണ്. ഇങ്ങനെ ഇരുന്ന എന്താ? യൂണിഫോം മോഷനാണ്. നോൺ യൂണിഫോം മോഷൻ. ഇതിനെ വിളിക്കേണ്ട എന്തെന്നാ? റിട്ടാർഡേഷൻ. നമ്മളോട് ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കാം, ആക്സലറേഷൻ കണ്ടുപിടിക്കാം. നിന്നോടിപ്പോൾ ആക്സലറേഷൻ ചോദിച്ചെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് താഴത്തോട്ട് വരയ്ക്കുക. ഇവിടെ വെലോസിറ്റി ഉണ്ട്. ആക്സലറേഷൻ ഈക്വൽ ടു നമുക്കറിയാം v2 - v1 ഡിവൈഡഡ് ബൈ t2 - t1 ആണ്. v2 എത്രയാ? 40. v2 എത്രയാ? 40 മൈനസ് v1 എത്രയാ? 0 ആയിട്ട് എടുക്കാം. എത്രയായിട്ട് എടുക്കാം? 0 ഡിവൈഡഡ് ബൈ t2 എത്രയായിട്ട് എടുക്കാം? 4. t1 എത്രയായിട്ട് എടുക്കാം? 0. 4 - 0 40/4 എത്രയാടാ? 10 m/s². അങ്ങനെ ആക്സലറേഷൻ നമുക്ക് ഏതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? പി ടി ഗ്രാഫിൽ നിന്ന്. ഇനി നിങ്ങളോട് ചോദിക്കുക, 0 മുതൽ 4 വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇതിൻ്റെ അടിയിലുള്ള ഏരിയ. ഇതെന്ത് ഷേപ്പിലാണ് ഈ ഗ്രാഫ് ഇരിക്കുന്നത്? ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ. സോ 0 മുതൽ 4 വരെയുള്ള എന്ത് ചോദിച്ചാൽ? ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാൽ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാ? 4. ബേസ് എത്രയാ? 4. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 40. ഹൈറ്റ് എത്രയാ? 40. സോ 4 ഇൻറ്റു 40 160. 160/2 80 മീറ്റർ. ഇത് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 80 മീറ്റർ. ഇനി ഒരു പക്ഷേ നിങ്ങളോട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെ ഡിസ്പ്ലേസ്മെൻറ്റാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇവിടെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. എന്താ? ഇത് എന്തിൻ്റെ ഷേപ്പിലുള്ള? റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൽ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി നിങ്ങളോട് ഇവിടുത്തെ ഏരിയ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിക്കുന്നതെങ്കിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ട്രയാങ്കിൾ 6 to 10 എത്രയാ? 4. ഇതിൻ്റെ ഹൈറ്റ് എത്രയാ? അത് ഹൈറ്റ് നോക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകണം. 40. എല്ലാം 80 എന്നാണ് കിട്ടുന്നത്. ഇവിടുത്തെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുത്താൽ കിട്ടുന്നത് എന്താണെന്ന് നോക്കിയോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ഏരിയ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ്. 4 to 6 എത്രയാ? 2. ഹൈറ്റ് എത്രയാ? 40. 2 ഇൻറ്റു 40 എത്രയാ? 80. ഇനി ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ 6 മുതൽ 10 വരെ 4 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 40. ഹൈറ്റ് എത്രയാ? 40. 4 ഇൻറ്റു 40 160. 4 ഇൻറ്റു 40 എത്രയാ? 160. 160/2 80. കണ്ട? അപ്പോൾ ഒന്ന് പറഞ്ഞ എല്ലാവരും എങ്ങനെയാണ് ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ടത്? ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വി ടി ഗ്രാഫ് ആണെങ്കിൽ, ഏത് ഗ്രാഫ് ആണെങ്കിൽ? വി ടി ഗ്രാഫ് ആണെങ്കിൽ എന്ത് ഉപയോഗിച്ചാൽ മതി? v2 - v1 ബൈ t2 - t1. ഇനി വി ടി ഗ്രാഫ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണെങ്കിൽ ഇനി നമുക്ക് എന്തുകൊണ്ട് എസ് ടി ഗ്രാഫും ഉണ്ട്. എസ് ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഇങ്ങനെ വന്ന എന്താ? യൂണിഫോം മോഷൻ. ഇങ്ങനെ വന്ന എന്താ? റെസ്റ്റ്. ഇതെന്താ? റിട്ടാർഡേഷൻ അല്ല, അത് യൂണിഫോം മോഷൻ വിത്ത് നെഗറ്റീവ് വെലോസിറ്റി എന്നേ ഉള്ളൂ. ഇവിടെ എസ് ടി ഗ്രാഫിൽ ഇങ്ങനെ വന്നാൽ എന്തേ ഉള്ളൂ? യൂണിഫോം മോഷൻ. ഇതും എന്താ? റെസ്റ്റ്. ഇതും യൂണിഫോം മോഷൻ തന്നെയാണ്. ഏത് ഗ്രാഫിൽ? എസ് ടിയിൽ. നമുക്കറിയാം എസ് ടി ഗ്രാഫിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമുക്കറിയാം സ്പീഡിനെ അല്ലെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ എസ് ടി ഗ്രാഫിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാൻ വരത്തുള്ളൂ? വെലോസിറ്റി കണ്ടുപിടിക്കാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? s2 - s1 ബൈ t2 -
T1. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി, ഇവിടെ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. ഇതെന്താ? റെസ്റ്റാണ്. കാരണം ST ഗ്രാഫാണ്, റെസ്റ്റാണ്. ഇവിടുത്തെ വാല്യൂ ഒരു 40 ആണെന്നിരിക്കട്ടെ, ഇവിടുത്തെ 0 ആണെന്നിരിക്കട്ടെ, ഇവിടുത്തെ 4 ആണെന്നിരിക്കട്ടെ. എത്രയാണെന്നിരിക്കട്ടെ? 4. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വെലോസിറ്റി ഈ വണ്ടിയുടെ ചോദിച്ചാൽ എന്തെന്ന് പറയാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു S2 മൈനസ് S1 ബൈ T2 മൈനസ് T1. S2 എത്രയാടാ? 40. S2 എത്രയാ? 40 മൈനസ് S1 എത്രയാടാ? S1 0 ഡിവൈഡഡ് ബൈ T2 എത്രയാടാ? 4 മൈനസ് 0. 40 ബൈ 4 എത്രയാണ്? 44 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു എവിടെ? ഇതിൻ്റെ ST ഗ്രാഫിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റിയും ST ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എന്തും കിട്ടും? ആക്സലറേഷനും കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. ഇനി അടുത്ത ചോദ്യം, അറ്റ് വാട്ട് ഒക്കേഷൻ ഈസ് ദ ഡീസലറേഷൻ ഒക്കേഴ്സ്? ഡീസലറേഷൻ അവിടെ എവിടെയാണ് ഉണ്ടായെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഇതിൻ്റെ ഗ്രാഫ് കിട്ടിയത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്. ഇവിടെയാണ് എന്ത്? ഡീസലറേഷൻ. ഇവിടെയാണ് ഡീസലറേഷൻ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡ്യൂറിങ് ദ ടൈം? എവിടെ തൊട്ട് എവിടം വരെയാ? 0 to 6. 0 to 6 വരയ്ക്കുമ്പോൾ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇത് എന്ത് ഷേപ്പാണ്? ട്രയാങ്കിൾ ഷേപ്പാണ്. ഏത് ഷേപ്പാണ്? ട്രയാങ്കിൾ. എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ആർക്കാ? ഫ്ലിൻറ്റ് ഗ്ലാസിന്. ഫ്ലിൻറ്റ് ഗ്ലാസ് എടുക്കുമ്പോൾ ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാ? ഫ്ലിൻറ്റ് ഗ്ലാസ്. ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതാ? വാട്ടർ. കാരണം അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. നമ്മളോടുള്ള ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയംസ് ഗിവൻ ദ ടേബിൾ ഈസ് ദ സ്പീഡ് ഈസ് ലീസ്റ്റ്? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടിയാൽ സ്പീഡ് കുറവായിരിക്കും. സ്പീഡ് കുറവ് എവിടെയായിരിക്കും? ഫ്ലിൻറ്റ് ഗ്ലാസിൽ. കാരണം ഫ്ലിൻറ്റ് ഗ്ലാസിൽ കുറവാകാൻ കാരണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇവിടെ വളരെ കൂടുതലാണെങ്കിൽ സ്പീഡ് വളരെ കുറയും. ഇൻ വിച്ച് പെയർ മീഡിയം വിൽ ദ ലൈറ്റ് റേ പാസ് വിത്തൗട്ട് ഡീവിയേഷൻ ഈവൻ ഇഫ് ഇറ്റ് ഫ്ലോസ് ഒബ്ലീക്ക്ലി? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ അവിടെ എന്ത് നടക്കുകയില്ല? റിഫ്രാക്ഷൻ നടക്കുകയില്ല. അപ്പോൾ റിഫ്രാക്ഷൻ നടക്കാതെ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള എവിടെയാണ്? 1.47 1.47. അപ്പം സൺഫ്ലവർ ഓയിലും ഗ്ലിസറിനും ഏതിലൊക്കെയാണ്? സൺഫ്ലവർ ഓയിലും ഗ്ലിസറിനിലും എന്താണ്? സൺഫ്ലവർ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് എന്ത് നടക്കുകയില്ല? റിഫ്രാക്ഷൻ നടക്കുകയില്ല. അടുത്ത, ഇൻ വിച്ച് പെയർ ഓഫ് മീഡിയം വിൽ ദ ലൈറ്റ് റേ ഹാവ് മാക്സിമം ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളിടത്തേക്ക് വരണം. ഏറ്റവും കുറഞ്ഞ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഏതാ? 1.47. വാട്ടർ. ഏതാ? വാട്ടർ. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതാ? 1.62 ഫ്ലിൻറ്റ് ഗ്ലാസ്. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് വന്നാലേ ഏറ്റവും കൂടുതൽ വളയത്തുള്ളൂ? വാട്ടറിൽ നിന്ന് ഫ്ലിൻറ്റ് ഗ്ലാസ്സിലേക്ക് വരണം. ഇതൊക്കെ നല്ലപോലെ ഇതേ ക്വസ്റ്റ്യൻ വരില്ല, പക്ഷേ മോഡലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മറക്കരുത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും, സ്പീഡ് വളരെ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം? ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതായിരിക്കണം. ഒബ്സർവ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഫോളോയിങ് ഒബ്ലീക്ലി ഫ്രം എ ക്രൗൺ ഗ്ലാസ് ടു. ക്രൗൺ ഗ്ലാസ് എത്രയാ? 1.52. 2 എവിടെന്നാ? 2 എങ്ങോട്ടാ? ഫ്ലിൻറ്റ് ഗ്ലാസ്. എത്രയാ? 1.62. ആരാ ഒപ്റ്റിക്കലി ഡെൻസർ? ഇത് ഡെൻസർ. ഇതോ റെയറർ. നമുക്കറിയാം റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോയാൽ ടുവാർഡ്സ് നോർമൽ. അപ്പോൾ ഇങ്ങനെ പോകേണ്ട സാധനമായിരുന്നു, അതെങ്ങോട്ടേക്ക് വളയണം? നോർമലിൻ്റെ അടുത്തേക്ക് വളഞ്ഞു വരണം. നോക്കിക്കുക, എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് എ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സ്റ്റോൺ എത്ര മീറ്റർ പെർ സെക്കൻഡ് എറിഞ്ഞ്? 30 മീറ്റർ പെർ സെക്കൻഡ് എറിഞ്ഞ്. ഏറ്റവും മാക്സിമം ഹൈറ്റിൽ പോകുമ്പോൾ എത്രയായിരിക്കും? 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും മാക്സിമം ഹൈറ്റ്. ആക്സലറേഷൻ എത്ര? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് U ഉണ്ട്, V ഉണ്ട്, A ഉണ്ട്. ഏതാണ് അപ്പോൾ യൂസ് ചെയ്യേണ്ടത്? V ഈസ് ഈക്വൽ ടു U പ്ലസ് AT. V എത്രയാ? 0. A എത്രയാ? -10. T എത്രയാ? അറിയില്ല. V എത്രയാ? V അല്ല 0. U എത്രയായിരുന്നു? 30 അപ്പുറത്തോട്ട് വരുമ്പോൾ എന്ത് വരും? -30 ഈക്വൽ ടു -10T. മൈനസും ക്യാൻസൽ ആവും. അപ്പോൾ എത്ര വരും? 30 ഈക്വൽ ടു 10T. 10 ഇൻറ്റു T അപ്പുറത്തോട്ട് വരുമ്പോൾ 30 ഡിവൈഡഡ് ബൈ 10. എത്ര സെക്കൻഡ്? ടൈം എത്ര?
3 സെക്കൻഡ് കൊണ്ട് മാക്സിമം ഹൈറ്റ് എത്തും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഹൈറ്റ് റീച്ച്ഡ് ഇൻ ദ ടൈം. ടൈം എത്രയാണ്? ഇത്രയും എത്താൻ വേണ്ടിയുള്ള ടൈം എത്രയാണെന്ന് കിട്ടി? 3 സെക്കൻഡ്. ഈ സെക്കൻഡിൽ എത്ര ഹൈറ്റ് പോകുന്നു? ഹൈറ്റിൻ്റെ ചോദ്യം ഏതാ ചെയ്യേണ്ടത്? S=ut പ്ലസ് ഹാഫ് at². ഉറപ്പായിട്ടും ഈ 3 ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദ്യം വരും. v=u + at, v² - u² = 2as, s=ut പ്ലസ് ഹാഫ് at². സോ ഇവിടെ u എത്രയാ? 30. t എത്രയാ? 3 സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻറ്റു a എത്രയാ? -10 ഇൻറ്റു 3². 3 ഇൻറ്റു 30 90 പ്ലസ് 2ഉം 10ഉം വെട്ടിയാൽ എത്ര വരും? -5. 5 ഇൻറ്റു 3² എത്രയാ? 9. 5 9 എത്രയാ? 45. 90 - 45 എത്രയാ? 45 മീറ്റർ ആണ് ആൻസർ. 45 മീറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അത് പോകുന്നത്. അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് വിൽ ഇറ്റ് ദ സ്റ്റോൺ ബി 4th സെക്കൻഡ്? 4th സെക്കൻഡ് എത്രയാവും ഹൈറ്റ്? S=ut പ്ലസ് ഹാഫ് at². u എത്രയാ? 30. ടൈം ഇവിടെ എത്രയാണ് വെച്ചിരിക്കുന്നത്? 4 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ എന്താ? -10 ഇൻറ്റു ഏത് സെക്കൻഡിലാണ് വെച്ചിരിക്കുന്നത്? 4². 3 ഇൻറ്റു 4 120 പ്ലസ് 2ഉം ഇതും വെട്ടുമ്പോൾ -5 ഇൻറ്റു 4² 16. 16 ഇൻറ്റു -5 160ൻ്റെ പകുതി -80 പ്ലസ് 120. 120 80 കുറച്ചാൽ 40 മീറ്റർ. അത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും നല്ലപോലെ ചെയ്ത് പഠിക്കുക.